സ്കിൻ തൂങ്ങാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് യോഗയിൽ. ചെയ്യുന്നവർക്ക് മുട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ എവിടെ എത്തുന്നോ അവിടെ ഇട്ട് പിടിക്കുക കാല്. അപ്പം എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കുറേ നാളും ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എത്താത്തവർക്ക് വേണ്ടി നമ്മൾ ഈ മുട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പം ഈ മുട്ടിനെ അമക്കാതെ മുട്ടിന് മുകളിൽ ഒരു കൈ കൊടുക്കുക. എത്തുന്നെങ്കിൽ ഇവിടെ മാത്രം പിടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ബോഡീനെ അയച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറയുമ്പം സ്ഥിരം ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് രണ്ട് കാലും നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് നമസ്കരിക്കുക. അപ്പോൾ ഇതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു പാർട്ട്. ഇതുപോലെ നമ്മൾ ഇടത് ഭാഗം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് ചെറിയൊരു ഡെമോ മാത്രമാണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സേതുബന്ധം. അതുകൊണ്ട് നമ്മൾ യോഗയിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നിവർന്നിരിക്കണം. അതോടൊപ്പം വയറ് ക്ലീൻ ആയിരിക്കണം. ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് അത് മാറാനുള്ള മെഡിസിൻ കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് ചെറിയ ചൂട് പാലെന്ന് പറയുമ്പോൾ ഒരു 4 ഗ്ലാസ് പാലെടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. പാലിൻ്റെ ഒരു അംശം മതി. അതിന് ഒരു 3-4 ഡ്രോപ്സ് ആവണക്കെണ്ണ ഒഴിച്ച് കുടിച്ചിട്ട് കിടക്കുക. എന്നിട്ട് രാവിലെ ആയിട്ട് നമ്മൾ ചൂടുവെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ് നല്ല ക്ലീൻ ആവും. വയറ് ക്ലീൻ ആയാലേ നമുക്ക് ഗ്യാസ് ഉണ്ടാവാതിരിക്കുള്ളൂ. പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ഒരു ബേസ് പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിനെ അങ്ങ് കറക്റ്റാക്കി കൊണ്ടുവരും. പിന്നെ ഒന്നും അത് കഴിക്കണമെന്നില്ല. നമുക്കത് ഒരു ഓർഡർ ആവാനുള്ള കുറച്ച് താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നത്തെ കാര്യം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട. അതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ സ്ട്രെച്ചിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ചെയ്യുന്നവർക്ക് മുട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കില്ല. അപ്പം നമ്മൾ ഈ എവിടെ എത്തുന്നോ അവിടെ ഇട്ട് പിടിക്കുക കാല്. അപ്പം എനിക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് കുറേ നാളും ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എത്താത്തവർക്ക് വേണ്ടി നമ്മൾ ഈ മുട്ടയിൽ ഇങ്ങനെ പിടിക്കുമ്പം ഈ മുട്ടിനെ അമക്കാതെ മുട്ടിന് മുകളിൽ ഒരു കൈ കൊടുക്കുക. എത്തുന്നെങ്കിൽ ഇവിടെ മാത്രം പിടിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ബോഡീനെ അയച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറയുമ്പം സ്ഥിരം ചെയ്യുന്നുണ്ട്, നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് രണ്ട് കാലും നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ ഈ കൈവിരലിനെ ഇങ്ങനെ തിരിച്ചു പിടിച്ചു ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ഈ കാൽമുട്ട് ഒപ്പം നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. അതാണ് ഇതിനോട് ബോഡി സെറ്റ് ആവുമെന്ന് കാണിക്കണേ. നമ്മുടെ ഇവിടുത്തെ ഫാറ്റും കുറയുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെയൊക്കെ നമ്മുടെ തല ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എപ്പോഴും രാവിലത്തെ നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം ചെയ്യുക. നമസ്കാരം. ഇന്ന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ യോഗയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇത്രേ ഉള്ളൂ. നമുക്കത് എങ്ങനെ സ്ട്രെച്ച് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ നേരെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യാനും ഇടാനും പഠിക്കുന്നു. യോഗയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്വാസത്തെ കറക്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ മൈൻഡ് കൂളായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂളല്ല എന്നുള്ള ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് തണുത്ത വെള്ളമോ, അപ്പോൾ BP കൂടുതലുള്ളവരാണ് തണുത്ത വെള്ളം കഴിക്കുക. BP കുറവുള്ളവരാണ് ചൂടുവെള്ളം കഴിക്കുക. പൊതുവെ ചെറിയ ചൂടുവെള്ളമാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്ന് ഓർക്കുക. അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു പാട്ട് കേൾക്കുക. അല്ലെങ്കിൽ ഭംഗിയുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പൂച്ചക്കുഞ്ഞുണ്ട്, പട്ടിയുണ്ട്, അതിനെ ഒന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ അടുത്തൊന്ന് ഇരുന്നതിന് ശേഷം ഇതിന് ശ്രമിക്കുക യോഗ ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ടക്കേന്ന് പോയിരുന്നാൽ പറ്റുന്ന ഒരു സംഭവമല്ല യോഗ. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. ഇനി നമ്മളതിൻ്റെ സ്ട്രെച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ സമാധാനമായിട്ട് നമ്മൾ കാല് നിർത്തി ഇരുന്നു. കാല് നിർത്തി ഇരിക്കി കഴിയുമ്പോൾ കാലിനെ ഒന്ന് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക. എപ്പോഴും നമുക്ക് ബോഡി ഒരു അയവ് വേണം. കോട്ടൺ ഡ്രസ്സാണ് നല്ലത്. അതിന് കാലൊന്ന് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തോരം കൈ പുറത്തൊന്ന് ഇരിക്കാൻ പാടുള്ളവരാണെങ്കിൽ ചെയറിലിരിക്കാം, ചാരിയിരിക്കാം, അങ്ങനെ പല രീതിയിലിരിക്കാം. നിങ്ങൾക്ക് എന്തോരം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്രയും കാലകത്തുക. അകത്തിയിട്ട് അത് നിവർത്തി പാൽ പിടിച്ചു പിന്നെ താത്തി. ഇനി നമുക്കിങ്ങനെ കൈ എത്തിച്ച് നോക്കാം. ഇപ്പം ഇതുണ്ട്, എൻ്റെ മുട്ട് നേരെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം അടുത്ത സൂര്യ നമസ്കാരത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ്. നമുക്ക് കുറേയധികം കാര്യങ്ങൾ അതിൽ കയറി വരുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ നമ്മളതിങ്ങനെ കൈ ഇങ്ങനെ നിവർത്തുമ്പോൾ ശ്വാസം ഹോൾഡ് ചെയ്യാൻ നോക്കുക. കൈ കൂട്ടി കുനിഞ്ഞ് നമുക്ക് കഴിയുന്നത്ര നമ്മൾ കുനിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇന്നത്തെ ഇത്രയും പറ്റില്ല, നിങ്ങൾ കഴിയുന്ന ഇത്രയും ചെയ്തു. എന്നിട്ട് ഈ കൈ പുറകോട്ട് വിടുമ്പോൾ ശ്വാസം നമ്മൾ റിലീസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വളഞ്ഞിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുകയാണ്. ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കാലിൽ ഇപ്പം എനിക്ക് ഇത്ര എത്തുന്നുണ്ട്, മുട്ട് മടങ്ങാതെ പിടിക്കണം. നിങ്ങൾക്കത് പറ്റില്ലെങ്കിൽ നമ്മൾ ഇത്രയും പിടിക്കുക, അല്ലെങ്കിൽ ഇത്രയും ചെയ്യുക. ജസ്റ്റ് വളഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇടതുകാല് പുറകോട്ട് വിടുമ്പോൾ ഈ വലതുകാലിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മുടെ കൈപ്പത്തി ഇങ്ങനെ വെക്കുക. എന്നിട്ട് മറ്റേ മുട്ട് ഇങ്ങനെ വളഞ്ഞ്
ഇങ്ങനെ വെച്ചിട്ട് 2 കൈപ്പത്തി ഇങ്ങനെ വെച്ചു മെറ്റ മുട്ടിനെ വളച്ച് നമുക്ക് നിലത്ത് കുത്തുന്ന പോലെ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് 2 കാലും പുറകോട്ട് വിട്ടിട്ട് നമ്മൾ മുട്ട് മടക്കിയിട്ട് കഴിയുന്നത്ര ഇങ്ങനെ വലിഞ്ഞിരിക്കുക. വീണ്ടും നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ ഹിപ്പ് മാത്രം പൊക്കി പിടിക്കും. അപ്പൊ നമ്മുടെ താടി, ചെസ്റ്റ്, കാല്, കൈ എല്ലാം നിലത്തായിരിക്കും. നമ്മുടെ ഹിപ്പ് മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കുക. അത് കഴിഞ്ഞ് ശ്വാസം ഹോൾഡ് ചെയ്ത് നമ്മൾ കോബ്ര പോസ് ചെയ്യും. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഡീ പോസ്റ്റിലോട്ട് വരും. ഡീ പോസ്റ്റിലോട്ട് വരുമ്പോൾ കഴിയുന്നത്ര കാല് നിലത്ത് ഇങ്ങനെ ഉറപ്പിക്കാവോ നോക്കുക. അപ്പൊ നമുക്ക് പറ്റിയില്ല കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് കയറ്റി കൊടുത്തിട്ട് വേണം നമ്മുടെ കൈയും കാലും ഉറപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തു വീണ്ടും നമ്മൾ വലതുകാലം ഇതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ചു മുട്ട് മടക്കി 2 കാലും ഒപ്പം വെക്കുക. ഇതുണ്ട് 2 കാലും ഒപ്പം വെച്ചു. അത് നമ്മളിവിടെ തൊട്ടു. വീണ്ടും നിങ്ങളൊന്ന് നമസ്കരിക്കുക. അപ്പോൾ ഇതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു പാർട്ട്. ഇതുപോലെ നമ്മൾ ഇടത് ഭാഗം ചെയ്യേണ്ടതാണ്. ഇതിപ്പം നിങ്ങൾ ഒരു ഭാഗം പഠിച്ചാൽ ഇടത് ഭാഗം നമുക്ക് പറയാനുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ചെറിയൊരു ഡെമോ മാത്രമാണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് സേതുബന്ധാസനമാണ്. അതുകൂടെ കാണിച്ചു തരാം. നമ്മളൊന്ന് കിടക്കുക. നിങ്ങൾ ഫ്രീ ആയിട്ട് കിടന്നു. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ബോഡി ഇങ്ങനെ പൊക്കുക. നമുക്ക് പറ്റുന്നത്ര കാല് നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പൊ എത്തുമെങ്കിൽ ഇവിടെ മാത്രം വെച്ചാൽ മതി. ഇത് ബോഡി ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ വയറ് തല എല്ലാം ഇങ്ങനെ പൊട്ടി. ശ്വാസം പതുക്കെ വിടുക. നമ്മുടെ നടുവാദ്യം താത്തുന്നു, ഇവിടെ അയക്കുന്നു, ഹിപ്പ് താഴെ വെച്ചു, കാല് നീട്ടി നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. ഇത് സൂര്യ നമസ്കാരം കഴിഞ്ഞ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി വേണ്ടത് നമ്മളൊന്ന് റിലാക്സ് ആകാണ്. ശവാസനം എല്ലാവർക്കും ചെയ്യാൻ നേരമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നോർമൽ ബ്രീത്ത് ചെയ്യുക. നോർമൽ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ശ്വാസം നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ പുറത്തോട്ട് വിടണം. വീണ്ടും ഹോൾഡ് ചെയ്തു, പതുക്കെ പുറത്തോട്ട് വിട്ടു, വീണ്ടും ഹോൾഡ് ചെയ്തു, പതുക്കെ പുറത്തോട്ട് വിടുക. അത് നിങ്ങൾ റൈറ്റിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒന്ന് ഏറ്റിരിക്കുക. ഏറ്റിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ കൈ രണ്ടുമൊന്ന് ചൂടാക്കുക. നിങ്ങൾ നന്നായിട്ട് വേർത്തിട്ടുണ്ടാവും, അതൊന്നും സാരമില്ല. കൈ ചൂടാക്കുക, കണ്ണിന് കൊടുക്കാം. പിന്നെ നമുക്ക് കഴുത്ത് ഇങ്ങനെ മസാജ് ചെയ്യാം. എല്ലാം മേളിലോട്ട് മസാജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേഡീസിന് പൊതുവെ സ്കിൻ സ്ലാഗ് ചെയ്യാറുണ്ട്. അപ്പം അത് മാറാനായിട്ടാണ് നമ്മൾ യോഗാസനത്തിൽ ഈ മേളിലോട്ടുള്ള മസാജിങ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഫാറ്റ് പോകാനും മേളിലോട്ടുള്ള മസാജാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. പിന്നെ നെറ്റിയിൽ നമ്മളൊരു റൊട്ടേഷൻ മസാജ് കൊടുക്കുക. മൂക്കിങ്ങനെ ഫീൽഡിലോട്ട് എടുത്ത് വിടുക. അന്ന് കണ്ണിനൊരു 2 റൊട്ടേഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു തരുന്നതാണ്. താങ്ക് യു.